അടി കയറി രാത്രിയിൽ ഇതിന്റെ വണ്ടിക്ക് പുക കൂടുതലാണെന്ന് എഴുതിയ ഉദ്യോഗസ്ഥനാണ് ആ പോകുന്നത്. ഇവർക്ക് അതിരാവിലെ എഴുന്നേറ്റും കാക്കിയിട്ട് ജോലി ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്ക് തെളിയിക്കാൻ പറ്റി. ഞാൻ കാരണം അത്രയെങ്കിലും യൂണിഫോം ഇട്ട് വഴിയിലിറങ്ങുമല്ലോ. നേരത്തെ ഇതിൽ വന്ന ആ ടയറിന്റെ കട്ട നോക്കിയ ഉദ്യോഗസ്ഥൻ പറഞ്ഞ് ആള് യൂണിഫോം ഇല്ലാതെയായിരുന്നു. അയാൾ ഡ്രൈവറാണെന്ന് ഞാൻ ഓർത്തിരുന്നത്. അയാൾ AME ആയിരുന്നു. അയാൾ വണ്ടിക്ക് അടിയിൽ ഉരുണ്ട് കയറിയിട്ടാണ് നോക്കുന്നത്. ഏതാ വെളുപ്പിനെ 4:30. എന്തുമാത്രം വിഷമിച്ചാന്നറിയാൻ മേലെ. ടയറിന് കട്ടയില്ല, നീ മനുഷ്യനെ അടി കയറി കിടന്ന് നോക്കിയിട്ട് പറയണ്ടോ. ഒരു മണിക്കൂർ കഴിയുമ്പം ഫോണേ വരും മെസ്സേജ്, എന്തേലും അതില്ല ഇതില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം എന്തായാലും അത് നമ്മൾ കാണാൻ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ എല്ലാരെയും കാണിച്ചു തന്നിട്ടുണ്ട്. ആദ്യ ദിവസം മുതൽ ശല്യം ചെയ്ത വ്യക്തികളെ ഓരോരുത്തരെയും ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്ന ആളല്ലോ. എന്നാ പിന്നെ ഈ നാട്ടിൽ ഇത് മാത്രമേ ഡ്യൂട്ടി ഉള്ളല്ലോ, വേറെ ഡ്യൂട്ടി ഒന്നും ഇല്ലല്ലോ. അന്ന് ശബരിമല പ്രശ്നത്തിൽ ഇവിടെ വഴിയിൽ വണ്ടികളുടെ ബഹളങ്ങളോ ഇല്ലേ തടസ്സങ്ങളോ ഒന്നും ഇല്ലല്ലോ. എല്ലാം മാറ്റിയിട്ടാണല്ലോ വന്ന് നിൽക്കുന്നത്. ഇറങ്ങിയതേ ഉള്ളു. MVD വീണ്ടും ചെക്കിങ് തുടങ്ങിക്കഴിഞ്ഞു. MVD പിടിച്ചു കഴിഞ്ഞു. റോബിൻ ബസ് ലിസ്റ്റ് നോക്കുന്നു. MVD ലിസ്റ്റ് നോക്കുകയാണ്. റോബിൻ ബസിന്റെ പാസഞ്ചേഴ്സ് ലിസ്റ്റ് നോക്കുന്നു. വണ്ടി സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞില്ല. സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഇറങ്ങിയ പാടെ 3 ഉദ്യോഗസ്ഥരാണ് ഇപ്പം വന്നിരിക്കുന്നത്. സത്യമായ വാശി പറഞ്ഞ എന്ത് ജോലി സാറേ? ഏറ്റവും കൂടുതൽ ആദ്യ നിങ്ങൾക്ക് ഇത്രയും നാള് ഇത്രയും ജോലി ചെയ്യാനുള്ള ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പോകുന്നുണ്ട്. അതിനൊന്നും നിയമനങ്ങളല്ലേ? ഏത് അധികാരിയോട് ചോദിക്കുന്നത്? നിങ്ങൾക്ക് 3-ാം നമ്പറിൽ പോയി നിങ്ങൾ കിമ്പളം മാറ്റിട്ട് നിങ്ങൾ ഇങ്ങനെ ഈ പാവം പിടിച്ചാൽ ഇങ്ങനെ ദ്രോഹിക്കരുത്. ശരിയായ നടപടിയല്ല. അധികാരി ആരാണ് സാറേ? അധികാരി ആരാണ്? ആർടിയോട് സംസാരിക്കണം. കാണിക്കുന്ന അങ്ങേറ്റത്തെ പ്രീ ബുക്കിംഗ് ഉള്ളവരുണ്ട്. ഇല്ല, കഴിഞ്ഞ തവണ ടയറിന് കട്ടയില്ല, നീ മനുഷ്യനെ അടി കയറി കിടന്ന് നോക്കിയിട്ട് പറയേണ്ടത്. കളിയാക്കാലോ. ഞങ്ങൾ കാര്യമാണ് സാറേ ചോദിച്ചത്. ഞങ്ങൾ ഇന്ത്യൻ പൗരന്മാരാണ്. ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ളത് ഞങ്ങൾ കാര്യമാണ് ചോദിച്ചത്. അടി കയറി രാത്രിയിൽ ഇതിന്റെ വണ്ടിക്ക് പുക കൂടുതലാണെന്ന് എഴുതിയ ഉദ്യോഗസ്ഥനാണ് ആ പോകുന്നത്. എന്താ ചെയ്യാനാ? എല്ലാ വണ്ടി സാറേ എല്ലാവരോടും അതല്ല ഞാൻ പറഞ്ഞായിരുന്നല്ലോ, വീഡിയോ എടുത്ത് വന്നില്ല എങ്കിൽ നാളെ പൊതുജനം ഞാൻ പ്രതികരിക്കുന്ന പോലെ പ്രതികരിക്കാൻ തുടങ്ങിയ ഇവർക്ക് പണിയെടുക്കാൻ ബുദ്ധിമുട്ട് വരും. കാരണം ഈ ജനങ്ങൾ ഇതെല്ലാം കണ്ടോണ്ടായിരിക്കും. നമുക്കെന്താ കുഴപ്പം? അതിന് 5 പേര് വണ്ടിക്കകത്ത് കയറേണ്ട കാര്യമൊന്നുമില്ല. ഇവര് 4 പേര് ഇങ്ങ് വന്നിട്ട് 4 പേര് വേണോ ഇത് വായിക്കാൻ? അതോ വായിക്കാൻ അറിയാൻ മേലായിയാണോ? കഴിഞ്ഞ തവണ കോടതി ഓർഡർ കാണിച്ചപ്പം ഞങ്ങൾക്ക് ഇത് വായിക്കാൻ മനസ്സിലാകുന്നില്ലെന്നാ പറഞ്ഞത്. അപ്പൊ അതിന്റെ ബാക്കി ഭാഗമായിട്ട് ഇനി മനസ്സിലാകാൻ ഇപ്പോഴൊന്നും ചെക്ക് റിപ്പോർട്ടില്ല. നിങ്ങൾ എല്ലാവരും കണ്ടോണം. ഇനി ഞങ്ങൾ വണ്ടി ഒരു മണിക്കൂർ കഴിയുമ്പം ഫോണേ വരും മെസ്സേജ്, എന്തേലും അതില്ല ഇതില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം എന്തായാലും അത് നമ്മൾ കാണാൻ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ എല്ലാരെയും കാണിച്ചു തന്നിട്ടുണ്ട്.
ആദ്യ ദിവസം മുതൽ ശല്യം ചെയ്ത വ്യക്തികളെ ഓരോരുത്തരെയും ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്നതാണല്ലോ. എന്നാ പിന്നെ ഈ നാട്ടില് ഇത് മാത്രമേ ഡ്യൂട്ടി ഉള്ളല്ലോ, വേറെ ഡ്യൂട്ടി ഒന്നും ഇല്ലല്ലോ. അന്ന് ശബരിമല പ്രശ്നത്തിൽ ഇവിടെ വഴിയില് വണ്ടികളുടെ ബഹളങ്ങളോ ഇല്ലേ തടസ്സങ്ങളോ ഒന്നും ഇല്ലല്ലോ, എല്ലാം മാറ്റിയിട്ടാണല്ലോ വന്ന് നിൽക്കുന്നത്. ഇവർക്ക് അതിരാവിലെ എഴുന്നേറ്റും കാക്കിയിട്ട് ജോലി ചെയ്യാൻ പറ്റുമെന്നുള്ളത് എനിക്ക് തെളിയിക്കാൻ പറ്റി. ഞാൻ കാരണം അത്രയെങ്കിലും യൂണിഫോം ഇട്ട് വഴിയിൽ ഇറങ്ങുമല്ലോ. നേരത്തെ ഇതിൽ വന്ന ആ ടയറിന്റെ കട്ട നോക്കിയ ഉദ്യോഗസ്ഥൻ പറഞ്ഞ് ആള് യൂണിഫോം ഇല്ലാതെയായിരുന്നു. അയാൾ ഡ്രൈവറാണെന്ന് ഞാൻ ഓർത്തിരുന്നത്. അയാൾ AME ആയിരുന്നു. അയാൾ വണ്ടിക്ക് അടിയിൽ ഉരുണ്ട് കയറിയിട്ടാണ് നോക്കുന്നത്. ഏതാ വെളുപ്പിനെ 4:30. എന്തുമാത്രം വിഷമിച്ചാന്നറിയാൻ മേലെ. എന്തായാലും സമയം കളയുന്നില്ല. ഇനി റോഡിൽ നിന്ന് സംസാരിച്ചതിന് അടുത്ത ഫൈൻ